ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ റിസൾട്ട് വന്നിരിക്കുകയാണ്, 4th സെമ്മിൻ്റെ റിസൾട്ട്. അപ്പോൾ ഈ 3 സെമ്മിനേക്കാൾ ഏറ്റവും ടഫ് എക്സാം ആയിട്ട് തോന്നിയത് ഈ 4th സെമ്മിനെയാണ്. കാരണം എന്താണ്? ഫാർമക്കോളജി. അപ്പോൾ ഫാർമക്കോളജിയുടെ റിസൾട്ട് എന്താവുന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. എല്ലാ യൂണിവേഴ്സിറ്റി റിസൾട്ട് വന്നു, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴാണ് റിസൾട്ട് വരുന്നത്. പക്ഷേ റിസൾട്ട് ഇപ്പോൾ വന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. 8 മണിയാവുന്നതാണ് കണക്കിൽ. ഇപ്പോൾ സമയം 6 മണിയായിട്ട് 6:50 ആയിട്ടേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. എന്താണെന്ന് അറിയില്ല. വന്നു എന്നറിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് റിലാക്സ് ആണ്. പക്ഷെ ഇനി 8 മണിയാകുമ്പോഴായിരിക്കും ഞങ്ങൾക്ക് ടെൻഷൻ. അപ്പോൾ സോന റിസൾട്ട് വന്ന് ഇവിടെ ബക്കറ്റൊക്കെ എടുത്തിട്ട് വരികയാണ് കുളിച്ച് കഴിഞ്ഞിട്ട്. ശ്രേയ കിട്ടിയാ? രണ്ടാളും ഇവിടെ ഭയങ്കര ടെൻഷൻ അടിച്ച് തപ്പാണ്. രജിസ്റ്റർ നമ്പർ കാണിച്ചു തരില്ലെന്നാ പറയണ. കാരണം പേടിയാണ് കേട്ടോ. മനുഷ്യര ടെൻഷൻ ഉണ്ടോ? ആവണി എന്തോ ഒരു ടെൻഷൻ ഇല്ലാണ്ടാ കിടക്കുന്നേ. വീട്ടിൽ വിളിച്ചോ? അങ്ങനെ എല്ലാവരും റിസൾട്ട് നോക്കാനുള്ള ടെൻഷനാണ്. ഒരാളിവിടെ ഫോൺ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ടെൻഷൻ തന്നെയാണ് കേട്ടോ. എത്രയൊക്കെ റിസൾട്ട് വരുമെന്ന് പറഞ്ഞാൽ ഇവിടെ സൗന്ദര്യത്തിന് കുറവില്ല. അബി റിസൾട്ട് വരും ഇന്ന്. ടെൻഷനില്ലേ? നോക്കണില്ലേ? ജോലി ചേച്ചിയാണോ നോക്കുന്നത്? ചേച്ചിയാണ് പോയതാണ് കേട്ടോ ജോലി ചേച്ചി. എത്രയൊക്കെ റിസൾട്ട് വരും പറഞ്ഞാലും ചെയ്യാനുള്ള പണികളൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം. എന്താ നോക്കാത്ത? എപ്പോൾ റിസൾട്ട് വരും? 8 മണിക്ക്. അപ്പോൾ എല്ലാവരും നല്ല ടെൻഷനിലാണ്. റിസൾട്ട് എന്താവും? നിങ്ങൾക്ക് മാത്രം ടെൻഷനില്ല. എനിക്ക് ടെൻഷനുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ടെൻഷൻ അറിയാത്ത. അതാ എനിക്ക് നല്ല ടെൻഷൻ. എനിക്ക് റിസൾട്ട് വന്നു എന്ന് അറിഞ്ഞ സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം 8 മണിക്കാണ് റിസൾട്ട് കിട്ടുക. അതുകൊണ്ട് വെയിറ്റ് ചെയ്യണം. പിന്നെ അങ്ങോട്ട് എല്ലാവരും ദൈവത്തിന്റെ അടുത്തോട്ട് പോയി വചനപ്പെട്ടിയൊക്കെ എടുത്തിട്ട് ഓരോന്ന് നോക്കാൻ തുടങ്ങിയിട്ട്. ഫാർമക്കോളജി ഉണ്ട്, പാത്തോളജി ഉണ്ട്, അതെല്ലാം ഇതിന്റെ ടെൻഷനിൽ എന്ത് കിട്ടിയാലും പിന്നെ നമ്മളത് എക്സാമിന് ബാധിക്കുമെന്ന് വിചാരിക്കല്ലേ. അങ്ങനെ തൊട്ടപ്പുറത്ത് നോക്കിയപ്പോഴാണ് അവിടെ വേറൊരാളെ അവിടെ ദൈവത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാദ്യമായിട്ടാണല്ലോ ഈ കുട്ടീനെ കാണുന്നത്. എന്റെ മുമ്പിലൊന്നും കാണാറില്ലല്ലോ. ചിലര് ഇതറിഞ്ഞപ്പോ തൊട്ടുള്ള ഇരിപ്പാണ് കേട്ടോ ഈ കാണുന്നത്. മോളെന്ത് കറിയാണോ? അങ്ങനെ 8 മണിയോട് സമയം എടുക്കാനായപ്പോ ചുമ്മാ ഒന്ന് സൈറ്റ് കയറി നോക്കിയതാണ് കേട്ടോ. എന്റെ നടിക്കുന്ന രസം നമ്പർ അങ്ങനെ 2-3 പേരുടെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ നോക്കാൻ പോയത്. എനിക്ക് നല്ല ടെൻഷനായിരുന്നു കേട്ടോ അത് എന്താവുമെന്ന് കിട്ടാൻ വേണ്ടി. എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു കേട്ടോ ഫാർമക്കോളജി. അപ്പം അതിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ഇതറിഞ്ഞപ്പോ എന്റെ പൊന്ന് ശരിക്കും പറയാലോ ഒത്തിരി സന്തോഷിച്ചു. പിന്നെ അങ്ങോട്ട് എല്ലാവരും റിസൾട്ട് നോക്കല് സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഞങ്ങളുടെ റൂമിൽ എല്ലാവരും പാസ്സായിട്ടും. ഞങ്ങളുടെ റൂമിൽ ആദ്യമായിട്ടാണ് കേട്ടോ റിസൾട്ട് വന്നിട്ട് ഒരാൾ കരയുന്നത്. അതെ, ഹാപ്പി ആയില്ലേ? നാളെ ചെലവ് വേണം. ഞങ്ങൾ പാസ്സായി ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. ഫുഡ് കഴിക്കാൻ പോവാ. അങ്ങനെ എല്ലാവരുടെ തിരക്കും കഴിഞ്ഞിട്ടോ വേറൊരാളെ റിസൾട്ട് നോക്കാൻ എത്തിയത്. ആള് ക്ലാസ്സിലെ ടോപ്പറാണ് കേട്ടോ. ഈ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് മാല ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടമൊക്കെ പറയുന്നുണ്ട്. നാളെ ഞങ്ങള് പപ്സ് വാങ്ങിച്ച് എല്ലാരും കഴിക്കുന്നത്. സന്തോഷായോ?
പിന്നെ അതിൻ്റെ സന്തോഷത്തിൽ മെസ്സ് പോയിട്ട് ഫുഡ് എടുത്തു കേട്ടോ. ഇന്ന് വെജ് ബിരിയാണി ആയിരുന്നു. ഞങ്ങളുടെ റിസൾട്ടിൻ്റെ വക വെജ് ബിരിയാണി ഇന്ന് സന്തോഷിച്ച് ഞങ്ങൾ അത് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ റിസൾട്ട് റിവീലിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ